ഹലോ മക്കളെ, അഖിൽനാമസ് ആണ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നമ്മുടെ എക്കണോമിക്സിലാണെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് കടുപ്പമാണ്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ, ദി ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി. ആ ചാപ്റ്ററിൽ എല്ലാ കുട്ടികളും പറയുന്നുണ്ട് ഒരുപാട് മൾട്ടിപ്ലയറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ മൾട്ടിപ്ലയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്, കൺഫ്യൂഷൻ ആകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ മൾട്ടിപ്ലയറുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് മൾട്ടിപ്ലയറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലയർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാം, ഈ ചാപ്റ്ററിലൊക്കെയും നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ആണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വരാം. ചില ഫാക്ടേഴ്സ് ഒക്കെ മാറുന്ന സമയത്ത്, കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ മാറ്റം വരാം. അപ്പം ഈ ഫാക്ടേഴ്സിലുള്ള ചേഞ്ചും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിലുള്ള ചേഞ്ചും തമ്മിലുള്ളൊരു പ്രൊപ്പോർഷനാണ് ഈ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളതിൽ 1ാമത്തെ മൾട്ടിപ്ലയർ ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഇപ്പോൾ ഗവൺമെൻറ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കൂടും. അപ്പോൾ ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലുള്ള ചേഞ്ചും നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിലുള്ള ചേഞ്ചും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ഒരു 100 രൂപ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം എത്ര രൂപ കൂടും, അതാണ് ഈ മൾട്ടിപ്ലയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി എന്ന് പറയാം. ശരിക്കുള്ള ഇക്വേഷൻ 1/1 - c എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 2ാമത്തെ മൾട്ടിപ്ലയർ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. അതായത് ടാക്സ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഈ ഇൻകത്തിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടാക്സ് കൂടുകയാണെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകം ഉറപ്പായിട്ടും കുറയും. ടാക്സ് നമ്മൾ അധികമായിട്ട് പേ ചെയ്യേണ്ടി വരികയാണ്. സോ നമ്മുടെ ഇൻകം എന്തായാലും കുറയും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആയിരിക്കും. അപ്പം ചേഞ്ച് ഇൻ ടാക്സും ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകവും തമ്മിലുള്ള റേഷ്യോ ആണ് ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. ഇതിൻ്റെ ഇക്വേഷൻ -c/1 - c. മൈനസ് വരാൻ കാരണം എന്താണ്? ഇതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. കാരണം ടാക്സും ഇൻകവും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ മൾട്ടിപ്ലയർ ആണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ഇതിന് കാര്യമായിട്ടുള്ള ഇക്വേഷൻ ഒന്നുമില്ല. ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും അതുപോലെ തന്നെ ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടിയാൽ എപ്പോഴും 1 ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ ആണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അതെപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കാരണം ഇത് 1 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ മൾട്ടിപ്ലയർ ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെൻറ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് തരുന്ന ഒരു പേയ്മെൻ്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്കോളർഷിപ്പുകളായിട്ടും ഗ്രാൻറ്റുകളായിട്ടും ഒക്കെ കിട്ടുന്ന പേയ്മെൻറ്റുകളാണ് ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻകം കൂടും, ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കൂടും. സോ ഇതൊരു പോസിറ്റീവ് മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റിലുള്ള ചേഞ്ചും ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിലുള്ള ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. അതിനെ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ആർ എന്ന് പറയാം. ഇതിൻ്റെ ഇക്വേഷൻ c/1 - c. ടാക്സ് മൾട്ടിപ്ലയർ -c/1 - c ആയിരുന്നെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ c/1 - c ആണ്. സെയിം ഇക്വേഷൻ ആണ്, ഇതിൽ നെഗറ്റീവ് ഇല്ലാന്ന് മാത്രം. കാരണം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ഒരു പോസിറ്റീവ് മൾട്ടിപ്ലയർ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ മൾട്ടിപ്ലയർ ആണ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരാത്ത ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഇവൻ ഇൻകം 0 ആണെങ്കിൽ പോലും ഈ ഒരു എക്സ്പെൻഡിച്ചർ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ എക്സ്പെൻഡിച്ചറും, ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആയാലും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആയാലും ടാക്സ് ആയാലും എല്ലാം ഓട്ടോണമസ് തന്നെയാണ്. അപ്പം ഇതെല്ലാം കൂടി വരുന്ന ഒരു മൾട്ടിപ്ലയർ തന്നെയാണ് ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എത്ര മാറ്റം ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അതിനെ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ എന്ന് പറയും. കാരണം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എ ബാർ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 1/1 - c × 1 - t. ഇവിടെ സ്മോൾ ടി ആണ്, കാരണം ഇത് പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസിൽ വരുന്നൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള മൾട്ടിപ്ലയറുകൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൾട്ടിപ്ലയർ നമുക്ക് കിട്ടിയത് 4 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഈ എക്സ്പെൻഡിച്ചർ 100 രൂപ കൂടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം 400 രൂപ കൂടും. അതാണ് അതിൻ്റെ മീനിങ്. ഇതാണ് മൾട്ടിപ്ലയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിലെ മൾട്ടിപ്ലയറുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും മോഡൽ എക്സാമിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുപോലെ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.